ജ്ഞാൻവാപിയിൽ ഹൈന്ദവരുടെ വിജയം. ഹിന്ദുക്കൾക്ക് ആരാധന നടത്താൻ അനുമതി നൽകിയ വാരണാസി ഹൈക്കോടതി 7 ദിവസങ്ങൾക്ക് ശേഷം പൂജകൾ ആരംഭിക്കാം. देखिए, काशी विश्वनाथ ट्रस्ट को भगवान की कैसे पूजा पाठ हो, इसके लिए कोई आदेश की जरूरत नहीं होती है. उनको पता हो कौन से भगवान पूजा पाठ हो, क्या विधि हो. देखिए, वहाँ पे वही मैं बता रहा हूँ, उसकी निटी गिटीज में वो काशी विश्वनाथ ट्रस्ट डिसाइड करेगा. हमारा जो लीगल काम था वो लीगल काम हमने पूरा किया है. अब काशी विश्वनाथ ट्रस्ट के ऊपर है कि उसकी पूजा पाठ स्टार्ट. तो 7 दिन के अंदर ये पूजा शुरू हो जाएगी. 7 दिन के अंदर पूजा पाठ. मैं ये कहना चाहता हूँ जो जस्टिस के.एम. पांडे ने राम मंदिर में 1 फरवरी 1986 को ताला खोलने का आदेश दिया था, मैं आज के इस ऑर्डर को उसी की तुलना में देखता हूं. ये इस केस का टर्निंग पॉइंट है, बहुत ऐतिहासिक ऑर्डर है. और जो एक सरकार ने अपनी पावर का दुरुपयोग करते हुए हिंदू समाज की पूजा पाठ रोकी थी, आज कोर्ट ने उसको अपनी कलम से रेक्टिफाई किया है और वहां पे पूजा पाठ के आदेश दिए. आज जो है पूजा पाठ का अधिकार जो है आज दे दिया गया कि वहाँ जितने भी हिंदू धार्मिक क्रियाकलाप हैं, पूजा पाठ है, उसको पुनः बहाल किया जाए. और 1 सप्ताह के अंदर जिलाधिकारी जो रिसीवर हैं उनको कंप्लाइन करने का माननीय कोर्ट ने आदेश कर दिया है. വളരെ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് ഇതിനും ഗൗതം ആനന്ദനാരായണൻ ശരിയാണ്. ഗൗതം, വളരെ നിർണായകമായ വിധിയാണ് വാരണാസി ഹൈക്കോടതിയുടെ ഭാഗത്തിനുമുണ്ടായത്. വിധിയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? KP, ജ്ഞാൻവാപി കേസിൽ വളരെ വഴിത്തിരിവാകുന്ന അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകളുടെ നൂറ്റാണ്ടുകളായുള്ള ആവശ്യം അംഗീകരിച്ചുകൊണ്ടുള്ള ചരിത്രപരമായ ഒരു വിധി പ്രസ്താവമാണ് ഇപ്പോൾ വാരണാസി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ജ്ഞാൻവാപിയിൽ ഹിന്ദുക്കൾക്ക് ആരാധന സ്വാതന്ത്ര്യമുണ്ട്, ആരാധന നടത്തുവാനുള്ള അവസരം അവിടെ ഹൈന്ദവ സമൂഹത്തിന് നൽകണം എന്ന വിധി പ്രസ്താവം ഇപ്പോൾ വാരണാസി കോടതി നടത്തിയിരിക്കുന്നു. നമുക്കറിയാം, നൂറ്റാണ്ടുകളായി അയോധ്യ രാമജന്മഭൂമി മുന്നേറ്റത്തിന് സമാനമായ രീതിയിലുള്ള ഹിന്ദുക്കളുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം, പുരാതന കാശി വിശ്വനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ആ തർക്കമന്ദിരത്തിന് കീഴിൽ അവിടെ ആരാധന നടത്തണം എന്നുള്ളത്. കാരണം 1992 വരെ അവിടെ ആരാധന ഹിന്ദുക്കൾ നടത്തിയിരുന്നതാണ്. പിന്നീട് അയോധ്യയിൽ തർക്കമന്ദിരം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മുലായം സിംഗ് സർക്കാരാണ് ഈ നിലവിൽ കാശിയിലുള്ള തർക്കമന്ദിരത്തിനകത്ത് ഹിന്ദുക്കൾക്ക് ആരാധന നടത്തുവാൻ, പ്രദക്ഷിണം നടത്തുവാനുള്ള അവസരം നിഷേധിച്ചത്. അങ്ങനെ 31 വർഷമായി മുടങ്ങിക്കിടന്ന ആരാധനാ പദ്ധതിയാണ് ഇന്നത്തെ ഈ കോടതി വിധിയോടുകൂടി തുടങ്ങാൻ പോകുന്നത്. കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ജ്ഞാൻവാപിയിൽ ഹിന്ദുക്കൾക്ക് ആരാധന നടത്തുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള അവസരം ജില്ലാ ഭരണകൂടം ഒരുക്കണം എന്നുള്ളതാണ്. അതിന് 7 ദിവസത്തെ സമയപരിധി മാത്രമാണ് വാരണാസി കോടതി നൽകിയിരിക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഘടകം. വരുന്ന ഇന്ന് മുതലുള്ള 7 ദിവസത്തിനകം വാരണാസി ജില്ലാ ഭരണകൂടം ഹിന്ദുക്കൾക്ക് അവിടെ ആരാധന നടത്തുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തണം എന്ന് കൃത്യമായി വിശദീകരിക്കുന്ന കോടതി വിധിയാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും വലിയ ആഹ്ലാദ പ്രകടനം നമുക്ക് കാശി വിശ്വനാഥ ക്ഷേത്ര പരിസരത്തും ജ്ഞാൻവാപിയുടെ മുന്നിലും ഗൗതം പറഞ്ഞതുപോലെ തന്നെ ഈ കഴിഞ്ഞ ജൂലൈ 21-നാണ് വാരണാസിയിലെ ജില്ലാ കോടതി ഗൗതം പറഞ്ഞതുപോലെ തന്നെ മുമ്പ് നിലവിലുണ്ടായിരുന്ന ക്ഷേത്രത്തിന് മുകളിലാണോ മസ്ജിദ് നിർമ്മിച്ചതെന്ന് പരിശോധിക്കാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് നിർദ്ദേശം നൽകിയത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൃത്യമായ പരിശോധന നടത്തി കൃത്യമായ നിഗമനത്തിലെത്തി. ഇവിടെ ക്ഷേത്രമുണ്ടായിരുന്നു, ക്ഷേത്ര സമുച്ചയമുണ്ടായിരുന്നു, അതിനു മുകളിലാണ് ഇസ്ലാം ആരാധനാലയം നിർമ്മിച്ചത് എന്നടക്കമുള്ള നിർണായകമായ കണ്ടെത്തൽ. ആ ഒരു നിർണായകമായ കണ്ടെത്തലിന്റെ ഒരു തുടർ ചലനം എന്ന രീതിയിൽ തന്നെയാണ് വാരണാസി ഹൈക്കോടതിയുടെ അതിനിർണായകമായ വിധി, അല്ലേ? KP, അതുതന്നെയാണ്. അതായത് അയോധ്യ കേസിൽ എന്ന പോലെ ഈ കാശി തർക്കമന്ദിരവുമായി ബന്ധപ്പെട്ടും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ റിപ്പോർട്ട് വളരെ നിർണായകമായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ആദ്യം തന്നെ ഈ കേസ്, അതായത് അടുത്ത കാലത്ത് 2021-ലാണ് 5 ഹിന്ദു സ്ത്രീകൾ, കാശിയിൽ തന്നെ ജനിച്ചു വളർന്ന 5 ഹിന്ദു സ്ത്രീകൾ ഒരു പെറ്റീഷനുമായി വാരണാസി കോടതിയെ സമീപിച്ചത്. അവരുടെ ആവശ്യം എന്നത് ശൃംഗാർ ഗൗരി ദേവി ഉൾപ്പെടെയുള്ള കാശി വിശ്വനാഥന്റെ ഉപദേവതകളെ ആചരിക്കുവാൻ അല്ലെങ്കിൽ ആ ഉപദേവതകളെ പ്രാർത്ഥിക്കുവാനുള്ള അവസരം തങ്ങൾക്ക് വീണ്ടും നൽകണമെന്നുള്ളതായിരുന്നു. അതായത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഉപദേവതാ പ്രതിഷ്ഠകൾ പലതും ഈ തർക്കമന്ദിരത്തിനകത്താണുള്ളത്. അതിനാൽ ഈ കോടതിയെ സമീപിച്ച ഹിന്ദു സ്ത്രീകൾ അന്ന് ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടത് കാശി വിശ്വനാഥന്റെ പ്രദക്ഷിണ വീഥി പൂർത്തിയാകണമെങ്കിൽ ശൃംഗാർ ഗൗരി ദേവി ഉൾപ്പെടെയുള്ളവരെ പ്രാർത്ഥിച്ചേ മതിയാകൂ. അത് ഈ തർക്കമന്ദിരത്തിനകത്താണ്. അതിനാൽ അവിടെ ആരാധന നടത്തുവാനുള്ള അവസരം തങ്ങൾക്ക് വിട്ടു നൽകണമെന്നതായിരുന്നു ഹിന്ദു സ്ത്രീകളുടെ ആവശ്യം.
ആവശ്യം. അതാണിപ്പോൾ ഈ വലിയ വഴിത്തിരിവിലേക്ക് എത്തുന്ന ഈ ചരിത്ര വിധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട ആ ഹർജി പരിഗണിക്കുമ്പോൾ വാരണാസി കോടതി ആദ്യ സ്റ്റെപ്പ് എന്ന നിലയിൽ ഈ തർക്കമന്ദിരത്തിനകത്ത്, അതായത് ഈ പള്ളി എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കെട്ടിടത്തിനകത്ത് ഒരു സർവേ നടത്താൻ അന്ന് വാരണാസി കോടതി തീരുമാനിച്ചു. ഒരു അഭിഭാഷക കമ്മീഷനെ നിയമിച്ചിരുന്നു. ആ അഭിഭാഷക കമ്മീഷന്റെ ഈ തർക്കമന്ദിരത്തിനകത്തുള്ള പഠനത്തിനകത്താണ് ഞെട്ടിപ്പിക്കുന്നതായ ചില കണ്ടെത്തലുകൾ ഉണ്ടായത്. അതായത് ഈ പള്ളിക്കകത്ത് ഒരു ശിവലിംഗം കണ്ടെത്തിയിരുന്നു. കാരണം ഔറംഗസേബിന്റെ ആ പടയോട്ട കാലഘട്ടത്തിൽ പൗരാണികമായ കാശി വിശ്വനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്ത സ്ഥലത്താണ് ഇപ്പോൾ ഈ തർക്കമന്ദിരം ഇരിക്കുന്നത് എന്നതാണ് ഹൈന്ദവ വിശ്വാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല ചരിത്രപരമായ നിരവധി തെളിവുകളും അതിനുണ്ട്. അതിനാൽ ആ ഔറംഗസേബിന്റെ പടയോട്ട കാലഘട്ടത്തിൽ ക്ഷേത്രം തകർക്കുമ്പോൾ അവിടെ നിലനിന്നിരുന്ന ശിവലിംഗമാണ് ഇപ്പോൾ ഈ തർക്കമന്ദിരത്തിനകത്ത് കണ്ടെത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനാൽ അഭിഭാഷക കമ്മീഷന്റെ ആ ഒരു സർവേ ഈ കേസിൽ വളരെ വഴിത്തിരിവായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അഭിഭാഷക കമ്മീഷൻ അന്ന് വീഡിയോഗ്രാഫി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. പിന്നീട് അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആ മസ്ജിദിനകത്ത് ഒരു ശിവലിംഗം കാണാൻ സാധിക്കുന്നു. മാത്രമല്ല നിരവധി തൂണുകളുടെയും മറ്റും ചിത്രങ്ങൾ അഭിഭാഷക കമ്മീഷൻ പുറത്തുവിട്ടിരുന്നു. അതെല്ലാം ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നാം കണ്ടുവരുന്ന രീതിയിലുള്ള തൂണുകളാണ്. പൂർണ്ണ കലശം ഉൾപ്പെടെയുള്ള ഹിന്ദു ക്ഷേത്രങ്ങളിലെ അടയാളങ്ങളെല്ലാം അടങ്ങിയ തൂണുകൾക്ക് മുകളിലാണ് ഈ 3 മിനാരങ്ങൾ നിൽക്കുന്നത്. ഇക്കാര്യമെല്ലാം അഭിഭാഷക കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചതാണ്. അതിനുശേഷമാണ് അതിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന നിലയിൽ പിന്നീട് അലഹബാദ് ഹൈക്കോടതി അടുത്തിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോടും ഈ തർക്കമന്ദിരത്തിനകത്ത് ആധികാരികമായ ഒരു പഠനം നടത്താൻ നിർദ്ദേശിച്ചു. കാരണം അയോധ്യ രാമജന്മഭൂമി കേസിൽ കോടതി വിധിക്ക് വളരെ തെളിവുകൾ നൽകിയത്, അല്ലെങ്കിൽ ആധികാരികമായ രീതിയിൽ ആ കേസ് പരിഗണിക്കുവാൻ കോടതിക്ക് സാധിച്ചത് തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, പ്രത്യേകിച്ച് മലയാളിയായ KK മുഹമ്മദിനെ പോലെയൊക്കെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്ന പഠനമാണ്. 3 പരിവേഷണങ്ങളുടെ റിപ്പോർട്ടുകൾ അയോധ്യ കേസിൽ വഴിത്തിരിവായിരുന്നു. അവിടെ നിലനിന്നിരുന്ന പുരാതന ക്ഷേത്രം സംബന്ധിച്ചുള്ള തെളിവുകൾ അവിടുത്തെ പരിവേഷണത്തിലാണ് ലഭിച്ചത്. അതിനാൽ സ്വാഭാവികമായും ഈ കാശിയിലെ തർക്കമന്ദിരവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും പുരാവസ്തു ഗവേഷണ വകുപ്പിന്റെ പഠനം അനിവാര്യമായി വന്നു. അങ്ങനെ അലഹബാദ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അടുത്ത കാലത്ത് കാശി വിശ്വനാഥ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഈ തർക്കമന്ദിരത്തിനകത്ത് ഇത്തരത്തിൽ ഒരു പഠനം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയത്. അതിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിരുന്നു. വളരെ നിർണായകമായ ആ റിപ്പോർട്ട് KP സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലൊരു വിധി പ്രസ്താവത്തിലേക്ക് ഒരുപക്ഷെ കോടതിയെ എത്തിക്കുന്നതിൽ തന്നെ നിർണായകമാകുന്നത് ആ റിപ്പോർട്ടാകാം. ആ റിപ്പോർട്ടിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ ഒരു ക്ഷേത്രം നിലനിന്നിരുന്നു എന്നതാണ്. ക്ഷേത്രം തകർത്ത് തന്നെയാണ് അയോധ്യയ്ക്ക് സമാനമായി കാശിയിലും ക്ഷേത്രം പറഞ്ഞതുപോലെ തന്നെ ഈ മുഗൾ അധിനിവേശത്തിൽ ധാരാളം ഹൈന്ദവ വിശ്വാസ കേന്ദ്രങ്ങൾ, ക്ഷേത്രങ്ങൾ തകർത്തെറിയപ്പെടുകയും അവിടെ മുഗൾ മതചിഹ്നങ്ങൾ സ്ഥാപിക്കുകയും ഇസ്ലാം അധിനിവേശത്തിന്റെ കുടിതോടങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്ത ഒട്ടനവധി ചരിത്ര സംഭവങ്ങൾ, ചരിത്രത്തിൽ കറുത്ത ലിപി കൊണ്ട് അടയാളപ്പെടുത്തിയ നിരവധി സംഭവവികാസങ്ങളുണ്ട്. ഇങ്ങ് കേരളത്തിലേക്ക് എത്തുമ്പോൾ കർണാടകയിലെ ടിപ്പു സുൽത്താന്റെ അധിനിവേശം, ടിപ്പു സുൽത്താന്റെ പടയാട്ടം ഇതിന്റെ മറ്റൊരു തരത്തിലുള്ള രേഖപ്പെടുത്തലായിരുന്നു. ഇങ്ങനെ ഇസ്ലാമിക അധിനിവേശത്തിന്റെ ഇത്തരത്തിലുള്ള അടയാളങ്ങളൊക്കെയും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തുന്നു. ഏറ്റവും നിർണായകമായത് കോടതിയുടെ വിധി തന്നെ ഉണ്ടാകുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യ സംഭവവികാസവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശമുണ്ട്. നന്ദി പറയുന്നത് നീതിന്യായ വ്യവസ്ഥയോട് ആണ് എന്നത്. കാരണം നീതിന്യായ വ്യവസ്ഥ സുപ്രധാനമായ ഒരു വിധി പ്രഖ്യാപിക്കുമ്പോൾ അത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്, അത് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. അയോധ്യ കേസും അത്തരത്തിൽ ചരിത്രത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ട ഒരു സംഭവ വികാസമാണ്. ഇവിടെ വാരണാസിയും അത്തരത്തിലുള്ള മറ്റൊരു ചരിത്ര സംഭവമായി മാറുകയാണല്ലേ ഗൗതം? KP അത് തന്നെയാണ്. അതായത് കോടതി വിധിയിലൂടെയാണ് അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്രം ഉയരുകയും ഇപ്പോൾ അവിടെ ആ മഹാക്ഷേത്രം പുനഃസ്ഥാപിക്കുകയും ചെയ്ത് പ്രാണപ്രതിഷ്ഠ നടന്നത്. അതിനാൽ കാശിയിലും അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ ജന്മസ്ഥാനായ മധുരയിലും ഈ 2 കേസുകൾ കൂടി എത്രയും വേഗം പരിഹരിക്കണം, അല്ലെങ്കിൽ അതൊരു അന്തിമമായ തീരുമാനം ഉണ്ടാകണം എന്നതാണ് ഹൈന്ദവ സംഘടനകൾ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. കാരണം ഇത് 3ഉം സമാനമായ സ്വഭാവമുള്ള കേസുകളാണ്. കാരണം ഇവിടെ 3ഇടത്തും KP നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഇസ്ലാമിക അധിനിവേശ ശക്തികൾ ഈ 3 പ്രദേശത്തുമുള്ള മഹാക്ഷേത്രങ്ങൾ തകർത്ത് ആ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ ഈ മസ്ജിദുകൾ കെട്ടിപ്പൊക്കുകയായിരുന്നു. നമുക്കറിയാം ഇസ്ലാമിക അധിനിവേശ കാലഘട്ടം ഏതാണ്ട് 7-ാം നൂറ്റാണ്ടിൽ ആദ്യമായി സിന്ധ് ആക്രമിക്കുന്നുണ്ട്. പക്ഷേ ഭാരതത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് അവർക്ക് കടന്നു വരാൻ സാധിച്ചില്ല. പക്ഷേ ഒരു 11-ാം നൂറ്റാണ്ട് മുതൽ മുഹമ്മദ് ഗസ്നിയുടെ കടന്നുവരവോടുകൂടി ഭാരതത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇസ്ലാമിക അധിനിവേശ ശക്തികൾ ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ധാരാളം ക്ഷേത്രങ്ങൾ അതിപ്പോൾ അയോധ്യയിലോ
കാശിയിലോ അതല്ലെങ്കിൽ മധുരയിലോ മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദക്ഷിണ ഭാരതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ മലപ്പുറത്തൊക്കെ ധാരാളം ക്ഷേത്രങ്ങൾ ടിപ്പുവിന്റെ പടയോട്ടത്തിൽ തകർന്നത് കാണാം. ഹംപിയിലേക്ക് ചെന്നാൽ കർണാടകയിലെ ഹംപിയെ പറ്റി നമുക്കറിയാവുന്നതാണ്. വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ഹംപിയിലേക്ക് ചെന്നാൽ അവിടെ ധാരാളം ക്ഷേത്രങ്ങൾ ഇസ്ലാമിസ്റ്റുകൾ തകർത്തെറിഞ്ഞിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ ഹിന്ദു സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതിന്റെ എല്ലാം പേരിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ മുഴുവൻ ഹിന്ദു ക്ഷേത്രങ്ങളും തിരിച്ചു വേണം എന്നതല്ല ഹിന്ദുക്കളുടെ ആവശ്യം. മറിച്ച് കാശി, മധുര, അതോടൊപ്പം തന്നെ അയോധ്യ, ഇത് മൂന്നും സപ്തനഗരികളിൽ പെടുന്നതാണ്. ഈ ഹൈന്ദവ വിശ്വാസിയെ സംബന്ധിച്ച്, ഭാരതീയ സംസ്കൃതിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് കാശിയും മധുരയും, കാശി നമുക്കറിയാം മോക്ഷ കവാടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രദേശമാണ്, ഭാരതത്തിന്റെ ആത്മീയ തലസ്ഥാനമാണ്. ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം മോക്ഷം തേടിയെത്തുന്ന ലോകത്തിലെ ഏറ്റവും പുരാതനമായ നഗരങ്ങളിൽ ഒന്നാണ് കാശി. അവിടെയാണ് ഈ അധിനിവേശ ശക്തികൾ ഈ രീതിയിലുള്ള ക്ഷേത്രം തകർത്തുകൊണ്ട് അതിന് മുകളിൽ ഇത്തരത്തിലൊരു മസ്ജിദ് നിർമ്മിച്ചത്. മറ്റൊന്ന് അയോധ്യയാണ്. അയോധ്യയുടെ ചരിത്രം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്. അയോധ്യയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സപ്തനഗരികളിൽ ഒന്നാണ്. ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമാണ്. അത് ഭഗവാൻ ശ്രീരാമന്റെ അവതാരത്തിന് മുൻപ് തന്നെ, ശ്രീരാമൻ ആ മണ്ണിൽ ജനിക്കുന്നതിന് മുൻപ് തന്നെ സപ്തനഗരികളിലൊന്നായ അയോധ്യയെ നാം കാണുന്നുണ്ട്. പിന്നീടുള്ളത് മധുരയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ലീലകളാടിയ ആ മധുര. അങ്ങനെ അയോധ്യ, മധുര, കാശി എന്നത് ഒരു ഹിന്ദുവിനെ സംബന്ധിച്ച്, ഒരു ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം അത് ഹൃദയത്തിലുള്ള നഗരങ്ങളാണ്. ആ മൂന്ന് നഗരങ്ങളിലും അധിനിവേശത്തിന്റെ അടയാളങ്ങൾ മാറ്റിയേ പറ്റൂ എന്നതാണ് ഹൈന്ദവ സംഘടനകളുടെ ആവശ്യം. സ്വാഭാവികമായും ഈ രണ്ട് പ്രദേശങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ നിയമ പോരാട്ടങ്ങൾ ഇനിയും തുടരുമെന്ന് VHP ഉൾപ്പെടെയുള്ള സംഘടനകൾ വർഷങ്ങളായി പറയുന്നുണ്ട്. കാരണം അയോധ്യ പ്രക്ഷോഭം നടക്കും തന്നെ നമുക്കറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്ന് അയോധ്യ എന്നത് ആദ്യത്തേതാണ്. കാശി മധുര ബാക്കി ഹേ എന്നതാണ് ആ മുദ്രാവാക്യം തന്നെ. അയോധ്യ എന്ന് പറയുന്നത് അത് തുടക്കമാണ്. ഇനിയും മോക്ഷ കവാടമായ ഹിന്ദുക്കളുടെ കാശിയെ മോചിപ്പിക്കണം, ശ്രീകൃഷ്ണൻ ലീലകളാടിയ മധുരയെ മോചിപ്പിക്കണം എന്നത് VHPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. ഏതായാലും അത് കൃത്യമായി തന്നെ അയോധ്യയ്ക്ക് ശേഷം ഇപ്പോൾ കാശിയിലും അവിടെ ആരാധന നടത്തുവാനുള്ള സ്വാതന്ത്ര്യം കോടതി അനുവദിച്ചിരിക്കുന്നു. 7 ദിവസം. ഈ വിധി പ്രസ്താവത്തിൽ ഏറ്റവും ശ്രദ്ധേയമെന്നത് 7 ദിവസത്തിനകം വാരണാസി ജില്ലാ ഭരണകൂടം അവിടെ ഹിന്ദുക്കൾക്ക് പ്രാർത്ഥന നടത്തുവാനുള്ള അവസരം നൽകണമെന്നുള്ളതാണ്. നേരത്തെ തന്നെ അതായത് ഗൗതം 7 ദിവസങ്ങൾക്ക് ശേഷം തന്നെ എല്ലാവിധ വിശ്വാസികൾക്കും, ഹൈന്ദവ വിശ്വാസി സമൂഹങ്ങൾക്കും അവിടെ എത്തി പൂജ നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണമെന്ന് തന്നെയാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നതിന്റെ ഭരണകൂടത്തോട്, അല്ലേ? അത് തന്നെയാണ്. അതായത് KP നേരത്തെ ഇവിടെ ആരാധന നടന്നിരുന്നു. അതായത് അതാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്. 1669 കാശി വിശ്വനാഥ ക്ഷേത്രം ഔറംഗസേബിന്റെ പടയോട്ടത്തിൽ തകർക്കുന്നതായി നമുക്ക് ചരിത്ര രേഖകളിലൂടെ കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം പിന്നീട് നിലവിൽ ഈ ക്ഷേത്രം ഇരിക്കുന്നത് നമുക്കറിയാം ഈ മസ്ജിദിനോട് ചേർന്നാണ്. അത് പുനഃസ്ഥാപിച്ച ക്ഷേത്രമാണ്. മറാഠ ഭരണകൂടത്തിന്റെ ഭാഗമായിരുന്ന അഹല്യാബായി ഹോൾക്കർ എന്ന ഒരു വനിതാ രാജാവ്, കാരണം അത് തന്നെ നമ്മൾ എടുത്തു പറയണം, രാജ്ഞിയാണ്. മറാഠ രാജവംശത്തെ നയിച്ച അഹല്യാബായി ഹോൾക്കറുടെ ആ പ്രതിഭ നമുക്ക് ഇപ്പോഴും ഈ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് കാണാൻ സാധിക്കും. അവിടെ എന്തുകൊണ്ട് ആ പ്രതിഷ്ഠ വെച്ചേക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്ഷേത്രം ഔറംഗസേബിന്റെ കാലഘട്ടത്തിൽ തകർത്തതിന് ശേഷം പിന്നീട് ഇപ്പോഴത്തെ കാശി വിശ്വനാഥ ക്ഷേത്രം അത് പുനർനിർമ്മിച്ച ക്ഷേത്രമാണ്. ശരിക്കും ഹൈന്ദവ സംഘടനകളും ഒപ്പം പല ചരിത്രകാരന്മാരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ തർക്കമന്ദിരം ഇരുന്ന സ്ഥലത്താണ് യഥാർത്ഥത്തിൽ ക്ഷേത്രം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്.